മക്കൾ PVG പുരസ്കാരം സംവിധായകനും അഭിനേതാവുമായ തോമസ് ചേനത്തും പറമ്പിലിന് സമർപ്പിച്ചു. മന്ത്രി വി. അബ്ദുറഹിമാനിൽ നിന്നും തോമസ് അവാർഡ് ഏറ്റുവാങ്ങി. മക്കൾ പ്രസിഡന്റ് C. ചാക്കുണ്ണിയടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. മക്കൾ PVG പുരസ്കാരം തോമസ് ചേനത്ത് പറമ്പിലിന് കായിക മന്ത്രി വി. അബ്ദുറഹ്മാൻ സമർപ്പിച്ചു. സംവിധായകനും അഭിനേതാവും എഴുത്തുകാരനും മുതിർന്ന പൗരനുമായ അവാർഡ് ജേതാവിന് ഉപഹാരം നൽകാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനാണെന്നും സിനിമാ മേഖലയിലെ യുവതലമുറ അദ്ദേഹത്തെ മാതൃകയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും സാമൂഹിക സാംസ്കാരിക കായിക ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ സംഘടനകളുടെ അമരക്കാരനുമായ PVGയുടെ മലയാള ചലച്ചിത്ര കാണികൾ സംഘടന സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തോമസ് ചേനത്ത് പറമ്പിലിന് അവാർഡ് നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പൊന്നാട അണിയിച്ച് ആദരിക്കാനും ലഭിച്ച അവസരം ചാരിതാർത്ഥ്യം നൽകുന്നുവെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാധാരണ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ലെന്നും അദ്ദേഹത്തിന്റെ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന പുസ്തകമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിമിത്തമായതെന്നും അവാർഡ് തുകയായ 25,000 രൂപ ജീവകാരുടെ പ്രവർത്തനത്തിന് അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചതെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. ചടങ്ങിൽ മക്കൾ പ്രസിഡന്റ് ഷെവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ സൂര്യദാസ് പ്രസക്തി പത്രം സമർപ്പിച്ചു. മക്കൾ വൈസ് പ്രസിഡന്റ് A. ശിവശങ്കരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ഡോക്ടർ ജയ്കിഷ് ജയരാജ്, കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റ് റഫി P. ദേവസി, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് HOD ഡോക്ടർ കുഞ്ഞമ്മ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മലബാറിന്റെ ആസ്ഥാനവും പുരാതന വാണിജ്യ നഗരവും ഇപ്പോൾ UN സാഹിത്യ പൈതൃക നഗരം എന്ന പദവി കൂടി ലഭിച്ച കോഴിക്കോട് നഗരത്തിൽ നിന്ന് ലഭിച്ച ആദരവ് മനസ്സിൽ മായാതെ സൂക്ഷിക്കുമെന്നും ഇതൊരു വേറിട്ട അനുഭവമാണെന്നും തോമസ് ചേനത്തുപറമ്പിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ സംഘൻ സ്വാഗതവും മക്കൾ കൺവീനർ PI അജയൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമഫോൺ ഷാഫിയുടെ ഗ്രാമഫോണുകളുടെയും റെക്കോർഡുകളുടെയും